നീന്തിക്ക അവിടെ പിടിച്ചോണേ, അവിടെ നോക്കണേ. പൊന്നൂസിന് എഗ്ഗ് കിട്ടിയില്ലേ? അയ്യോ, ചോദിക്കാൻ വയ്യായിരുന്നോ? അപ്പം കൊള്ളാമോ? ബിരിയാണി കൊള്ളാമോ മോനോട്ടാ? കൊള്ളാം. ചിക്കനും പിന്നെ സലാഡും ഒരുപാട് ടൂറുകളുണ്ട് നമുക്ക്. അമ്മ ബിരിയാണി മേടിച്ചിട്ട് വരാമേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തക്കാരുടെ കൂടെ ഞാൻ ഇന്ന് ഗോഗോലാൻഡിൽ പോവാണ്. ഇതുവരെ പോയിട്ടില്ല, എന്നാൽ ഈ ചട്ടമ്പീസൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോഗോലാൻഡിലാണ് പോകാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോവളത്തെത്തി. ഇപ്പോൾ അവിടെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. കടയില ഫോൺ ഞാൻ ഇതിനകത്തുണ്ട്. മുട്ടക്കറിയാണോ? ഇടിയപ്പവും വെജിറ്റബിൾ ഓർഡർ ചെയ്തത് ഇടിയപ്പവും വെജിറ്റബിൾ കറിയും പിന്നെ മുട്ടക്കറിയും പിന്നെ പൊറോട്ടയും. അത് എല്ലാവരും വാങ്ങിച്ചു കഴിച്ചോ? അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇനി അങ്ങോട്ട് കോവളം ബീച്ചിലേക്ക് പോയി കുറച്ച് നേരമൊക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ പോയിട്ട് കാണാം. പൊന്നൂസിന്റെ മുഖത്ത് മോനോട്ടനായിട്ട് ഇടി ഉണ്ടായപ്പോ കൈ കൊണ്ടതാട്ടാ. അങ്ങനെ ദേ ഒരു ചോര മരിച്ചു. ബക്കാറിക്കര് അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലെത്തി. ഭയങ്കര തിരമാലയുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. എങ്ങോട്ട് മാറിയിരിക്കും മക്കളെ? രണ്ടുപേരും കൊണ്ട് മാറിയുന്നേ. അപ്പം നമ്മൾ കോവളം ബീച്ചിൽ നിന്ന് ദേ പൊന്നൂസിൻ്റെയും മോനുകുട്ടൻ്റെയും ആഗ്രഹം പോലെ എവിടെ ആയിരുന്നു അന്നേ നമ്മൾ പോകുന്നത്? ഗോഗോലാൻഡ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. അതാണ്ട് പൂവാറ് ഗോഗോലാൻഡ് ആദ്യമായിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളെന്നൊക്കെ. ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ പിന്നെ പൊന്നൂസിൻ്റെ ചാനലിൽ ഇടാൻ ഒരു വീഡിയോ വേണം, അതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ പിന്നെ ഞാനും കൂടെ, നമ്മൾ വലിയവരില്ലെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സൊക്കെ യൂട്യൂബ് ഓഫ് ചെയ്യുമല്ലോ, അതുകൊണ്ട് നമുക്ക് വന്നല്ലേ പറ്റൂ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ വീഗാലാൻഡ് പോലെ എന്താ പറയുക അത്രയും സംഭവം ഉണ്ടോ, പിന്നെ അവിടുത്തെ ടിക്കറ്റ് ചാർജൊക്കെ വീഗാലാൻഡിൻ്റെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ബാ, ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന് പറയുന്നു. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. വണ്ടി പാർക്ക് ചെയ്ത് ദേ ഇങ്ങോട്ട് വന്നു. ഇനി എങ്ങനെയാണെന്ന് നോക്കാം. പൊന്നൂസ് ഇനി വീഡിയോയിലൊന്നും നിൽക്കത്തില്ല കേട്ടോ. അവളുടെ ഒരു ലോകമാണ്. അവിടെ ഭയങ്കര വണ്ടിയാ. ശരി, വണ്ടി ഇടാമല്ലോ. ഞാൻ നമ്മൾ വെളിയിലാണ് പാർക്ക് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരുണ്ട്. പൊന്നൂസ് ഇപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർത്ത് വന്നത്. എന്തുവാ ഞാൻ പറഞ്ഞു, ഇവിടെ എത്തിയെന്ന് പറഞ്ഞു അവരോട്. ബോട്ടിലാ പോണ്ടേന്ന് പറയുന്നത് കേട്ടോ. ബോട്ട് വന്നോ? അപ്പോൾ ദേ ഈ ബോട്ടിലാണ് നമ്മൾ ഗോഗോലാൻഡിലോട്ട് പോകുന്നത്. അവിടെ ചെന്നാന്ന് തോന്നുന്നു ടിക്കറ്റും കാര്യവും നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ. നോക്കാം, പറഞ്ഞു തരാം ഫ്രണ്ട്സ്. എന്നിട്ട് ഞങ്ങൾ ഗോഗോലാൻഡ് ബോട്ടിലോട്ട് കയറി. അത് കായലിലാണ് കേട്ടോ. ഈ സാക്ഷിയൊക്കെ വേറെ ബോട്ടിൽ കയറി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ബോട്ടില് നമ്മളിത് ഇവിടെ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്ങനെ നടക്കണമെന്ന് തോന്നുന്നു. ഇതിലേക്കൂടെ നോക്കാം, എങ്ങോട്ടാണെന്ന് അറിയൂല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു പിടിയില്ല. വീഗാലാൻഡിലൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട്, നമുക്ക് അറിയാമല്ലോ എന്താണ് ഏതാണ്. പക്ഷി ഊതിയ പക്ഷി വീഡിയോ എടുക്കാൻ മോനുകുട്ടൻ പറയാ. നെക്സ്റ്റ് വണ്ടിയിൽ നെക്സ്റ്റിൽ അവർ വരും. അതുകൊണ്ട് ആ ബോട്ടിൽ വരുന്നുണ്ട് സാക്ഷി ആബിദ്. ഇവിടെ നിറച്ചും വെള്ളമാണെന്ന്. നമ്മുടെ
മൊത്തം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവരുടെ വക അല്ലെങ്കിലും വേറെ വേറെ പ്രൈവറ്റ് ബോട്ട്സ്. നമ്മൾ കറക്റ്റ് സമയത്തിന് വന്നു. കറക്റ്റ് 10 മണിക്കാണ് ഓപ്പൺ കേട്ടോ. ഈ സാച്ചിയും ആബിദും ഈ ബോട്ടിലായിരുന്നു നമ്മൾ കയറിയത്. ഈ സ്ഥലമില്ലായിരുന്നു. അവരോട് വന്നിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. ഹായ്. ഇങ്ങനെ ഒരു പാലം പോലെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അങ്ങറ്റം വരെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതേതോ അവർക്ക് വില കുറഞ്ഞ് ഇവിടെ ദൂരെ കണ്ട സ്ഥലം കിട്ടിയത് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ ഉള്ളിലോട്ട് വരത്തില്ലല്ലോ. ഓ ഏതാടി നെല്ലിക്ക പഴുത്ത് നിൽക്കുന്നെന്ന്. ഇതേതോ കാട്ടിച്ചെടിയാ മൊത്തേ. ബാ, നല്ല തണുപ്പുള്ള സ്ഥലം കേട്ടോ ഫ്രണ്ട്സ്. എന്തൊക്കെ പറഞ്ഞാലും നല്ല തണുപ്പുള്ള സ്ഥലമാണ്. കാരണം ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടേ നല്ല തണുപ്പ്. ഇതൊക്കെ ഈ സ്ഥലം എങ്ങനെ ഇവര് ഒപ്പിച്ചെടുത്തെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. എത്താറായെന്ന് ദേ പൊന്നൂസ് പറയുന്നു. ഇന്ന് സൺഡേ ആയിട്ട് തിരക്കുണ്ടെന്ന് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു. കിതക്കുന്നു ഞാൻ. ബോട്ടില് സ്വിമ്മിങ് പൂളൊക്കെ എത്തിയാ? ഫ്രണ്ട്സ് നമ്മൾ എത്താറായി. പൊന്നൂസാണ് ഈ വീഡിയോയിൽ ഈ സ്ഥലം കണ്ടുപിടിച്ചത്, ഗോഗോലാൻഡ്. ഞങ്ങളിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. ദേ ഗോഗോലാൻഡ്, ദേ പേരും കണ്ടു. നമ്മൾ ഗോഗോലാൻഡിലെത്തി. ദേ പൊന്നൂസിൻ്റെ ഗോഗോലാൻഡ് കണ്ടുപിടിച്ചു. സ്വിമ്മിങ് പൂളൊക്കെ അടുത്താണെന്നാണ് പൊന്നൂസ് പറയുന്നത്. പക്ഷെ ആദ്യം നമ്മൾ റൈഡിലേ കയറാവൂ കേട്ടോ. ബാബാ വാ, ടിക്കറ്റ് എടുക്കട്ടെ, ചുമ്മാ കയറ്റുവോ? ബാബാ പൊന്നു വന്നേ. പോയി നോക്കി. ടിക്കറ്റ് എടുത്തിട്ടേ കയറാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൊന്നൂസ് വീട്ടിൽ നിന്ന് ഇതായിട്ടോണ്ട് വന്നത് കേട്ടോ. ഇനി ഇത് നനയുമ്പോൾ മാറ്റാം. എന്തൊക്കെയാ ചുമ്മാ നല്ലൊരു ചെമ്പരത്തിപ്പൂ ഇച്ചുണ്ടായിരുന്നല്ലോ. നോക്കൂ, ആവിതും സാച്ചിയും നമ്മുടെ മോനുക്കുട്ടൻ അണ്ണൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ഇനി നമുക്ക് ഓരോ റൈഡുകളിലൊക്കെ ഇങ്ങനെ കയറാം. കുറേ റൈഡൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ പൊന്നൂസ് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ പൊന്നൂസ് മോണ്ടന് ഓരോ റൈഡിൽ ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ പാർക്കിൽ പാട്ടിട്ടു കേട്ടോ. നമ്മുടെ സിനിമ സോങ്സ് ഒക്കെ ഇങ്ങനെ ഇട്ടപ്പോഴത്തേക്കും യൂട്യൂബിൽ അത് വന്നാൽ കോപ്പിറൈറ്റ് ആവില്ല. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ വോയിസ് കൊടുക്കാമെന്ന്. സത്യം പറഞ്ഞാൽ പൊന്നൂസ് മോണ്ടന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അണ്ണൻ എവിടെയെങ്കിലും ടൂർ പോകാമെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ആദ്യം നോക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാഴ്ച കാണാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ എനിക്കും അണ്ണനും ഒക്കെ അത് രസമായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇഷ്ടപ്പെടുന്നത്, ഈ പാർക്ക്, അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ടൂർ പോകാമെന്ന് അണ്ണൻ പറയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ട് അവിടെ കളിക്കാനായിട്ട് എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കാറ്. അവരുടെ ഇഷ്ടം, അവരെവിടെ ചെന്നാൽ ഹാപ്പി ആയിരിക്കണം, അതാണ് പ്രാധാന്യം. അപ്പോൾ ഞാനും അണ്ണനും അതിനിടയിൽ കുറേ റൈഡുകൾ കയറി. പൊന്നൂസിനെയും മോനുക്കുട്ടനെയും സാച്ചി നോക്കുന്ന സമയത്ത് ഞാനും അണ്ണനും കയറി. പിന്നെ പൊന്നൂസിനെ മോണ്ടനെയും ഇടയ്ക്ക് ഞാൻ വന്ന് അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കും. അപ്പോഴത്തേക്കും സാച്ചി ആബിദും പോയി കയറി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൊക്കെ എല്ലാത്തിലും കയറി. അല്ലെങ്കിൽ ഒരാൾ തന്നെ നോക്കിക്കൊണ്ട് നിന്നാൽ ബാക്കിയുള്ളവർക്ക് ഒന്നിലും റൈഡിലൊന്നും കയറാൻ പറ്റില്ല. നമ്മൾ വെറുതെ ടിക്കറ്റ് എടുത്തതായിപ്പോൾ. അപ്പം നമുക്കും സന്തോഷിക്കണം, കുഞ്ഞുങ്ങളെയും സന്തോഷിക്കണം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റൊക്കെ ചെയ്ത് എല്ലാത്തിനും കയറി. പിന്നെ പൊന്നൂസിന് ഇവിടെ വന്ന് ആദ്യം തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നായിരുന്നു ഇഷ്ടം. പക്ഷേ ഞാനത് തടഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ ആദ്യം നമ്മൾ ശരീരമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂളിൽ ഇറങ്ങുമ്പോൾ ഒരു രസവും കാണില്ല. അതുകൊണ്ട് എല്ലാ റൈഡിലും കയറിയതിന് ശേഷം നമുക്ക് പൂളിൽ ഇറങ്ങാം, അതാണ് നല്ലത്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ വീഗാലാൻഡ് അങ്ങനെയൊക്കെ പോലെ വലിയ റൈഡുകളും കാര്യങ്ങളും ഒന്നുമില്ല. കറണ്ടിൽ പ്രവർത്തിക്കുന്ന റൈഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്, 1 or 2 മാത്രമേ ഉള്ളൂ. അപ്പൊ മുത്തുമണീസ് ഇവിടെ വന്ന് നിന്നാലേ ഇനി വാ പൊന്നു പറ. പൊന്നു ഒരു അതിൻ്റെ പോരണ്ട, പൊന്നു ന്യൂസിൻ്റെ വീഡിയോ അതിൻ്റെ പറഞ്ഞോ. അപ്പോൾ എന്തായാലും
നമ്മൾ ഉള്ള പൈസക്ക് മുതലാക്കാന്ന് വിചാരിച്ച് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിട്ടോ. അല്ല സമയം 12 മണിയായതേ സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ ഇറങ്ങുന്നത്. പക്ഷേ 2:15 നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയം വരെ തന്നേക്കുന്നത്. അങ്ങനെയൊന്നും എങ്ങുമില്ല. നമുക്ക് ഇവിടെ വന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല, വെറുതെ പൈസ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആഗ്രഹം ഉണ്ടെന്ന് അവർ പറഞ്ഞാ ശരി, കാണിച്ചു തരാം. മണ്ടേ കയറണ്ടേ? വേണ്ട വേണ്ട, വെള്ളം ഒത്തിരി ഉണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാ കേൾക്കാ, നീന്തിക്ക. അവളെ പിടിച്ചോണേ, നീ അവിടെ നോക്കണേ. നീ നീന്താൻ അറിയാവോ? ആ പിന്നെ നിനക്ക് തിന്നാനല്ലേ അറിയാവൂ. ആ ശരി, ആ ശരി. അപ്പം അപ്പം ദേ ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ്. ചിക്കൻ ബിരിയാണി. പൊന്നൂസിന് എഗ്ഗ് കിട്ടിയില്ലേ? അയ്യോ, ചോദിക്കാൻ വയ്യായിരുന്നോ? അപ്പം കൊള്ളാമോ? ബിരിയാണി കൊള്ളാമോ മോനോട്ടാ? കൊള്ളാം. ചിക്കനും പിന്നെ സലാഡും. ഒരുപാട് ടൂറുകളുണ്ട് നമുക്ക്. ആ, അമ്മ ബിരിയാണി മേടിച്ചിട്ട് വരാമേ. സമയം തന്നിട്ട് സാധനമില്ല.